ഇത് നീലൂസ് സ്കൂളിൽ പോകുന്ന രണ്ടാമത്തെ ദിവസമാണേ. ഇന്നലെ ആയിരുന്നു പ്രവേശനോത്സവമൊക്കെ. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ നീലൂസിന് വേണ്ടിയിട്ടുള്ള ലഞ്ചും ഈവനിങ് സ്നാക്സും എല്ലാ സ്നാക്സും റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എല്ലാം റെഡിയായി. ഇനി പാത്രങ്ങളിലായിട്ട് എടുത്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. പിന്നെ നീലൂസിൻ്റെ ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ രാവിലെ കുറച്ച് തിരക്കായതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല. വീഡിയോ എടുക്കാൻ സമയം കിട്ടുന്നില്ലായിരുന്നു. വീഡിയോ എടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ സമയം പോവും. അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് എല്ലാം അങ്ങ് ആക്കിയിട്ട് പിന്നീട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ എല്ലാം റെഡിയാക്കി ഉച്ചക്കലത്തേന് കഴിക്കാനായിട്ട് ചോറും മീൻ വറുത്തതും ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും മോര് കറിയാണ്. കുറച്ച് തൈര് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ എടുത്തങ്ങ് മോര് കാച്ചി. പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി നീലൂസിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. ചുമ്മാ അവൻ പറക്കിക്കൊണ്ട് കഴിച്ച് നടക്കും കേട്ടോ. അതുകൊണ്ട് അതും കൂടി എടുത്തു. പിന്നെ ഒരു ചുമന്ന മീനുണ്ടല്ലോ, അതും കൂടി വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുള്ളെല്ലാം മാറ്റിയിട്ട് അതും കൂടെ ഞാൻ ചോറിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ കഴിക്കാനായിട്ട് 10:30 കഴിക്കാനായിട്ട് ഞാൻ ഗോതമ്പ് ദോശ ചുട്ടിട്ട് അതിൻ്റെ നടുക്കായിട്ട് തേങ്ങയും ശർക്കരയും കൂടെ വെച്ചിട്ട് ഫില്ലിങ്സ് ആക്കിയിട്ട് അതിനെ മടക്കി രണ്ടാക്കി ഒന്നും കൂടെ ചൂടാക്കി എടുത്തു കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ രാവിലെ 10:30 കഴിക്കാനായിട്ട് ഞാൻ വെച്ച് കൊടുത്തത്. പിന്നെ വൈകിട്ട് കഴിക്കാനായിട്ട് ഒരു ആപ്പിളും കുറച്ച് ബദാമും കൂടെ അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ആപ്പിൾ ഞാൻ ചെറിയ തൊലിയെല്ലാം കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി പീസാക്കി ഇട്ടിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ബദാം, ഒരു 4-5 ബദാമും കൂടി അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നീലൂസിന് ഇന്ന് കൊടുത്തു വിടുന്നത്. ഞാനിതെല്ലാം എടുത്ത് വെക്കുമ്പോഴത്തേനും ചേട്ടായി എഴുന്നേറ്റ് വന്നു. അപ്പോഴത്തേനും നീലൂസ് എണീറ്റിട്ടില്ല കേട്ടോ. നീലൂസ് ഇപ്പോഴും സുഖമായിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ച് ടിഫിനും ലഞ്ചും എല്ലാം റെഡിയാക്കി ബാഗും എല്ലാം പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നീലൂസിനെ പോയി പയ്യെ ഉണർത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു 7:15 കഴിയുമ്പോഴത്തേനും ഞാൻ അവനെ ഉണർത്തും കേട്ടോ. അങ്ങനെ ഉണർന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആ ഒരു നിർബന്ധമൊക്കെ മാറാൻ വേണ്ടി ഞാൻ പറഞ്ഞു, മോൻ ഇന്ന് പാപ്പൻ കൊണ്ടുവന്ന എന്തൊക്കെയാണെന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ ഓടി ഇറങ്ങി വന്ന് നോക്കുക കേട്ടോ എന്തൊക്കെയാണെന്ന്. അപ്പോൾ എല്ലാത്തിലും കണ്ണോടിച്ചൊന്ന് നോക്കിയിട്ട് തിരിച്ചു പോയി കിടക്കാനായിട്ട് പോയി കേട്ടോ. പിന്നെ ഞാൻ ഉറങ്ങാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഇതൊക്കെ മതിയെന്ന് പറഞ്ഞു, സന്തോഷമായി. അത് മതിയെന്ന് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാനതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് നീലൂസിനെ കുളിപ്പിക്കാമെന്ന് വെച്ചപ്പോഴത്തേനും പിന്നെ ചേട്ടായി കുളിപ്പിച്ചിട്ട് ഇറക്കി കേട്ടോ അവനെ. അങ്ങനെ പിന്നെ പെട്ടെന്ന് അവനെ റെഡിയാക്കി 8:10 8:15 കഴിയുമ്പോഴാണ് വണ്ടി വരുന്നത്. ചിലപ്പോൾ 8:20 കഴിയും. എന്തായാലും 8 മണിയാകുമ്പോഴത്തേനും റെഡിയാക്കും. പിന്നെ രാവിലെ എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിപ്പിക്കും കേട്ടോ. ഒരു മുട്ടയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിപ്പിച്ചിട്ട് വിടാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ ഒരു തുണിയിൽ ലഞ്ച് മാത്രം ആ ഒരു കർച്ചീഫ് പോലത്തെ ആ ഒരു ടവൽ പോലത്തെ സാധനം ഉണ്ടല്ലോ അതിൽ കെട്ടി വെക്കുന്നുണ്ട്. അപ്പം ഇൻസ്ട്രക്ഷൻസ് തന്നപ്പോൾ അതിലുണ്ടായിരുന്നു ഒരു ടവലോ ഒരു കർച്ചീഫോ എന്തെങ്കിലും വെച്ചിരിക്കണം, ഇവർക്ക് വിരിച്ചിട്ടിട്ട് ഫുഡ് കഴിക്കാൻ നേരം വിരിച്ചിടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു ടവല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5-6 എണ്ണം അങ്ങ് വാങ്ങിച്ചു, മാറ്റി മാറ്റി ഓരോ ദിവസവും എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ക്യാരി ബാഗിൽ എല്ലാം എടുത്ത് റെഡിയാക്കി വെക്കുവാണ് കേട്ടോ. മീനിൻ്റെ ഇതൊക്കെ മുള്ളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. മീനിൻ്റെ മുള്ളെല്ലാം മാറ്റിയിട്ടാണ് ഞാൻ ലഞ്ച് ബോക്സിനകത്ത് ചോറിൻ്റെ കൂടെ മീൻ വെച്ചേക്കുന്നത്. എരി കുറച്ചാണ് കേട്ടോ അവന് വറുത്തെടുത്തേക്കുന്നത്. അപ്പോൾ വാട്ടർ ബോട്ടിൽ അതിലോട്ട് വെക്കാൻ പറ്റാത്തതുകൊണ്ട് വാട്ടർ ബോട്ടിൽ ഞാൻ മറ്റേ ബാഗിലാണ് വെക്കുന്നത്. അപ്പോൾ ഇടാനുള്ള തുണിയും എടുത്തുകൊണ്ട് വന്നു. പിന്നെ ബാഗിൽ വെച്ച് കൊണ്ടുപോകാനായിട്ട് ഒരു ജോഡി എടുക്കുന്നുണ്ട്, ഒരു നിക്കറും ഒരു ടീഷർട്ടും എടുക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും ആഹാരം കഴിക്കുമ്പോഴോ ഒക്കെ ഡ്രസ്സിലെങ്ങാനോ അഴുക്കായി കഴിഞ്ഞാൽ മാറ്റി കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അതും കൂടി അതിൻ്റെ കൂടെ ബാഗിൽ വെക്കുന്നുണ്ട്. ബാഗിൽ ശരിക്കും പറഞ്ഞാൽ ബുക്കും പുസ്തകവും ഒന്നും ഇല്ല കേട്ടോ, ഒന്നുമില്ല. അത് വെറുതെ കൊണ്ടുപോകാം കേട്ടോ. ഈ തുണി മാത്രമേ ഉള്ളൂ അതിൽ. ബുക്കും പുസ്തകമൊക്കെ സ്കൂളിൽ തന്നെ വാങ്ങിച്ച് അവർ വെച്ചേക്കുവാണ് കേട്ടോ. അവർ തിങ്കളാഴ്ച കൊടുത്തു വിടുമ്പം തിരിച്ച് തന്നു വിടുന്നത് വെള്ളിയാഴ്ചയാണ് കേട്ടോ. വെള്ളിയാഴ്ച തിരിച്ച് വരുമ്പോൾ തന്നു വിടും. പിന്നെ തിങ്കളാഴ്ച നമ്മൾ തിരിച്ച് കൊടുത്തു വിടണം. അപ്പോൾ തന്നു വിട്ടിട്ട് ഏതാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പം ഈ വെള്ളിയാഴ്ച കഴിയുമ്പോൾ അറിയാം എങ്ങനെയൊക്കെയാണെന്ന്. പിന്നെ ഞാനൊരു മുട്ടയും കൂടെ കട്ട് ചെയ്ത് വെച്ചു. മുട്ടയും കൂടെ കഴിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് നീലൂസിന് പോകാനായിട്ട് സമയമായി കേട്ടോ. അങ്ങനെ വണ്ടിയിൽ കയറ്റി വിടാനായിട്ട് വന്നതാണ്.
ആൾ ഹാപ്പി ആട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. വണ്ടി വരാനായിട്ട് ആകുമ്പോഴത്തേനും ഓടി ഇറങ്ങി വരും. പോവാനായിട്ട് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ നീലൂസ് വണ്ടിയിൽ കയറി പോയി. ഇനിയിപ്പോൾ 3 മണി കഴിയും വരാനായിട്ട്. അപ്പോൾ ആ സമയത്തിന് എനിക്കൊരു സ്ഥലം വരെ പോകണമായിരുന്നു. നമ്മുടെ അംഗൻവാടിയിലോട്ട്, നീലൂസ് പഠിച്ച അംഗൻവാടിയിലോട്ട് നമ്മൾ ഈ ഈ വർഷം സ്കൂളിലോട്ട് പോകുന്ന 5 കുട്ടികളുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ 5 പേരും കൂടെ ഒരു ഗിഫ്റ്റ് അംഗൻവാടിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുക്കാനായിട്ട്, ഷെയർ ഇട്ട് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് തീരുമാനിച്ചായിരുന്നു. അങ്ങനെ ഞാൻ വന്നതാട്ടോ. അങ്ങനെ ഞാൻ നീലൂസിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലും കൂടെ കയറിയേ. അപ്പം നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ അതെല്ലാം വാങ്ങിച്ചിട്ട് വട്ടിയൂർക്കാവിൽ നിന്ന് ഫസ്റ്റ് ക്രൈയിൽ നിന്നായിരുന്നു വാങ്ങിച്ചത്. അങ്ങനെ അത് വാങ്ങിച്ച് ഞങ്ങൾ ഓട്ടോയിൽ നേരെ അംഗൻവാടിയിൽ വന്നു. അവളുടെ വീട്ടിലാണ് വെച്ച് ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അംഗൻവാടിയിലോട്ട് കൊണ്ടുവന്നു. അംഗൻവാടിയുടെ തൊട്ടടുത്താട്ടോ വീട്. അങ്ങനെ അംഗൻവാടിയിലോട്ട് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നപ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. ഭയങ്കര കളിയായിരുന്നു അതിനകത്ത് കയറിയിട്ട്. ഈ ഒരു സ്ലൈഡായിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇനിയിപ്പം കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അറിയാം എങ്ങനെയായിരുന്നു. നല്ല ഫസ്റ്റ് ക്രൈയിലെ സാധനങ്ങളെല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ. ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ പോയി എടുത്തത്. അങ്ങനെ അതെല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ അവരുടെ കളിയും ചിരിയൊക്കെ കണ്ടു കേട്ടോ. അവർക്ക് ഭയങ്കര സന്തോഷമായി ഇതിൽ കയറിയിരുന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. ആ കരച്ചിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചിരിയായി മാറിയത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വരുന്ന വഴിക്ക് എനിക്ക് ത്രെഡ് ചെയ്യാനൊന്ന് കയറണമായിരുന്നു കേട്ടോ. പുരികം ത്രെഡ് ചെയ്യാനൊക്കെ കയറണമായിരുന്നു. അങ്ങനെ ത്രെഡൊക്കെ ചെയ്തിട്ട് വീട്ടിൽ വന്നതിൻ്റെ കോക്കാച്ചിയാണ് നിങ്ങളീ കാണിക്കുന്നത്. കോനാമ്പീച്ചിയാണ് നിങ്ങളീ കാണുന്നത്. കുറേ നാളായിട്ടോ ഞാൻ ത്രെഡ് ചെയ്തിട്ട്. ഏകദേശം ഒരു 1.5 മാസമായി കാണും. കാരണം മടിയാണ് പോവാനായിട്ട്, ഇതിന് വേണ്ടിയിട്ട് പോവാനായിട്ട് മടിയാണ്. അതുകൊണ്ട് പിന്നെ ഇന്നങ്ങ് രണ്ടും കൽപ്പിച്ച് അങ്ങ് കയറിയിട്ട് എന്തായാലും ഇറങ്ങിയതാണ്. നീലൂസിനി 3 മണി കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അപ്പോൾ അതുവരെ സമയമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കുകയുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നു. എന്നിട്ട് രാവിലെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടായിരുന്നു ഞാൻ പോയത്. ഇന്നലത്തെ ചീരത്തോരനാട്ടോ ഫ്രിഡ്ജിലിരുന്നത്. കുറച്ച് ഞാൻ ചേട്ടായി കഴിക്കാൻ വരുന്നെങ്കിൽ കൊടുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചുമന്ന മീനായിരുന്നല്ലോ അതും വറുത്ത് മോര് കറിയും തോരനും ഒക്കെ കൂട്ടി അടിപൊളിയായിട്ട് ലഞ്ചും കഴിച്ചു. മീൻ 3 പീസ് എടുത്തേക്കെന്ന് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട. ആ 3 പീസ് ഞാൻ കഴിച്ചില്ല കേട്ടോ. കൊതി കൊണ്ട്, ശരിക്കും പറഞ്ഞാൽ കൊതി കൊണ്ട് എടുത്തതാണ്. പക്ഷേ അത്രയൊന്നും കഴിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. ഒരു പീസ് ഞാൻ മാറ്റി വെച്ചു. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ഇനി കയറി കിടന്ന് കുറച്ച് നേരം ഒന്ന് ഉറങ്ങണം. കുറച്ച് നേരം ഉറങ്ങാൻ പറ്റൂ. അപ്പോഴത്തേനും നീലൂസ് വരും. അപ്പം അങ്ങോട്ട് ഇറങ്ങി പോയി വിളിക്കണം, റോഡിൽ പോയി വിളിക്കണം. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. സെക്കൻഡ് ഡേ ഇങ്ങനെ ഇറക്കുന്നു കേട്ടോ. ഇനിയിപ്പം അങ്ങോട്ട് എന്നും അങ്ങോട്ട് ഓട്ടവും വെപ്രാളമൊക്കെ ആയിരിക്കും രാവിലെയും വെളുപ്പിനെയൊക്കെ സ്കൂൾ ഡേയ്സിലൊക്കെ. അപ്പോൾ ഇനിയിപ്പം വർഷങ്ങളോളം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. സ്കൂളിൽ പോകുന്നിടത്തോളം മാറ്റം